ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 56 സെക്കൻഡ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും FM ഈവനിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം സമകാലികം. ഐ ലവ് ദോസ് ഹൂ ക്യാൻ സ്മൈൽ ഇൻ ട്രബിൾ. ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ വാക്കുകളാണ്. അതെ, എത്ര കഷ്ടപ്പാടിനിടയിലും പുഞ്ചിരിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ സ്വന്തം പല്ലുകളുടെയോ മോണയുടെയോ വൈകല്യം മൂലം പുഞ്ചിരിക്കാൻ തന്നെ വിഷമിക്കുന്നവരുടെ കാര്യമല്ലേ കഷ്ടം. ഇന്ന് ദേശീയ ദന്താരോഗ്യ വിദഗ്ധ ദിനമായി ആചരിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും സമഗ്ര ആരോഗ്യത്തിൽ ദന്തപരിപാലനത്തിലുള്ള പ്രസക്തിയെയും പ്രാധാന്യത്തെയും പറ്റി ചിന്തിക്കുന്നതോടൊപ്പം ഈ മേഖലയിൽ ലഭ്യമായ രോഗപരിഹാരങ്ങളെയും പ്രതിരോധങ്ങളെയും കുറിച്ചുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദന്ത ഡോക്ടർമാരെ ആദരിക്കുന്നതിനും അവരുടെ സമർപ്പണം, വൈദഗ്ധ്യം, രോഗികൾക്ക് അവർ നൽകുന്ന പരിചരണം എന്നിവയിലൂടെ സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകളെ അംഗീകരിക്കുന്നതിനുമുള്ള ഒരു ദിനം കൂടിയാണിന്ന്. ദന്തപ്രശ്നങ്ങൾ സമയബന്ധിതമായി കണ്ടെത്തി തടയുക എന്നതാണ് ആദ്യകാല ഓർത്തോഡോണ്ടിക് ചികിത്സയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഇന്ന് അതിനൂതനമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരാളുടെ മുഖഛായ തന്നെ മാറ്റാൻ പോകുന്ന സൗകര്യങ്ങളുണ്ട് ഈ ചികിത്സാ മേഖലയിൽ. കേൾക്കാം കൂടുതൽ ദന്തപരിചരണ സംരക്ഷണ വിശേഷങ്ങൾ ഇന്നത്തെ സമകാലികത്തിൽ. കുട്ടികൾക്ക് 2 ഡെന്റിഷനുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാലോ. മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പ്രൈമറി ഡെന്റിഷൻ എന്ന് നമ്മൾ പറയുന്ന പാൽപ്പല്ലുകളും, പിന്നെ വരുന്ന പെർമനന്റ് ഡെന്റിഷൻ, അഡൽട്ട് ഡെന്റിഷൻ എന്നൊക്കെ പറയുന്നത്. പല്ലുകൾക്ക് മതിയായ ശ്രദ്ധയും പരിചരണവും ചെറുപ്രായത്തിലേ തുടങ്ങേണ്ടതുണ്ട്. ശിശു വിഭാഗ ദന്താരോഗ്യ വിദഗ്ധയായ പ്രൊഫസർ ഡോക്ടർ അഞ്ജന ജി. ഈ പ്രൈമറി ഡെന്റിഷൻ ഇറപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ വായിലേക്ക് മുളച്ചു വരാൻ തുടങ്ങുന്നത് 6 മാസം ഉള്ളപ്പോഴാണ്. 6 മാസം to 1 year ആകുമ്പോഴാണ് പല്ലുകൾ പുറത്തേക്ക് വരിക. 3 വയസ്സാകുമ്പോഴത്തേക്ക് 20 പല്ലുകൾ കുഞ്ഞിന്റെ വായിലുണ്ടാവും. ഉളിപ്പല്ലുകൾ, കോമ്പല്ലുകൾ, അണപ്പല്ലുകൾ. ഈ പല്ലുകൾ പോകാൻ തുടങ്ങുന്നത് ഏകദേശം 6 തൊട്ട് 8 വയസ്സുള്ള സമയത്താണ്. മുൻനിരയിലുള്ള ഉളിപ്പല്ലുകളാണ് ആദ്യം പോയി വരിക. ആ സമയത്ത് തന്നെ നമുക്ക് പോയി വരാത്ത 4 അണപ്പല്ലുകൾ മുളയ്ക്കും. ഈ അണപ്പല്ലുകൾ പലപ്പോഴും പോയി വരാത്ത പല്ലുകളാണെന്ന് പേരൻസിന് അറിയില്ല. അതിൽ കേടുവന്നാൽ ചികിത്സിക്കൂല. പക്ഷെ അത് 6 വയസ്സിൽ വരുന്ന അണപ്പല്ലുകളാണ്. പിന്നെ ഒരു സെറ്റ് അണപ്പല്ലുകൾ 12 വയസ്സിലും പിന്നീട് വിസ്ഡം ടൂത്ത് 17 വയസ്സിലും വരും. അതായത് ഈ 20 പാൽപ്പല്ലുകൾ പോയി വരുന്നത് കൂടാതെ ഓരോ അണയിലും 3 അണപ്പല്ലുകൾ പാൽപ്പല്ലുകൾ ഇല്ലാതെ വരും. അതിൽ ആദ്യത്തേത് 6 വയസ്സിൽ ശേഷമാണ് വരുന്നത്. അപ്പൊ ഈ പല്ലുകളും പാൽപ്പല്ലിലെ അണപ്പല്ലുകളും ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാൽപ്പല്ലിലെ അണപ്പല്ലുകളുടെ താഴെയുള്ള പല്ലുകൾ പോയിട്ട് പ്രീ മോളാസ് ആണ് വരിക. അത് ഏകദേശം 10 വയസ്സിന് ശേഷമേ വരുള്ളൂ. അപ്പോൾ ഈ അണപ്പല്ലുകൾ നേരത്തെ എടുത്തു കളഞ്ഞാൽ 6 വയസ്സിൽ വരുന്ന പെർമനന്റ് അണപ്പല്ല് ഇതിന്റെ സ്ഥാനത്തേക്ക് വന്ന് ആ സ്പേസ് അടഞ്ഞുപോയി പല്ലുകൾ നിരതെറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാൽപ്പല്ലിലെ അണപ്പല്ലുകൾ ചികിത്സിക്കുക തന്നെ വേണം. മുമ്പിലത്തെ നിരയിലെ പല്ലുകൾ നേരത്തെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലത്തെ നിരയിലെ പല്ലുകൾ താമസിച്ച് വരാം. അത് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ വരുന്ന പല്ലുകളിൽ നിറവ്യത്യാസങ്ങൾ ഉണ്ടാവാം, പല്ലുകൾ വരാതെ ഇരിക്കാം, ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് പാൽപ്പല്ലിന്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി ഒരു കുഞ്ഞിന് 1 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണം എന്നാണ് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി സജസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1 വയസ്സിന് മുമ്പ് പേരന്റിനെ കണ്ടാൽ നമുക്ക് ഒരുപാട് പ്രിവെൻഷൻ ഇൻഫർമേഷൻ അല്ലെങ്കിൽ കേട് അഥവാ ബാക്കി വൈകല്യങ്ങൾ വരാതിരിക്കാനുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഒരു അമ്മ ഗർഭിണിയാകുന്ന സമയത്ത് തന്നെ അമ്മയുടെ വായിലുള്ള കേടുകൾ ചികിത്സിച്ച് മാറ്റണം എന്ന് ഞങ്ങൾ പറയും, ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയായിരിക്കുമ്പോൾ ഒന്നാമത് ചികിത്സകൾ കൊടുക്കാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എക്സ്റേസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചില മരുന്നുകൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ വായിലുള്ള കേട് ആ ഒരു കാരണം കൊണ്ടും പിന്നീട് അമ്മയുടെ വായിലുള്ള കേടുണ്ടെങ്കിൽ ആ ബാക്ടീരിയ കുഞ്ഞിന്റെ വായിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടും അമ്മയുടെ ഡെന്റൽ പ്രോബ്ലംസ് ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷം വേണം ഗർഭിണിയാകാൻ വരെ ഞങ്ങൾ പറയാറുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് വരുന്നത് അറ്റ് ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡിങ് രാത്രി ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതലായിട്ടും വരുന്നത്. രാത്രി പാല് കുടിച്ച് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉമിനീര് വളരെ കുറവേ വരുള്ളൂ. അത് ബോട്ടിൽ മിൽക്ക് ആണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് ആണെങ്കിലും പല്ലിൽ പറ്റിയിരുന്ന് പല്ല് കേടാവും. കുഞ്ഞുങ്ങളുടെ ലിപ്പ് റേസ് ചെയ്ത് നോക്കുമ്പോൾ
മുമ്പിലത്തെ പല്ലിൽ വെള്ള സ്പോട്ട്സ് പോലെ കാണുമ്പോൾ തന്നെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിന്റെ ഹെൽപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഒഴിവാക്കാം. ഇത് നമ്മൾ ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽപ്പല്ലുകളിലെ ആദ്യം മുമ്പിലത്തെ പല്ലുകൾ, മേലത്തെ നിരയിലെ മുമ്പിലത്തെ പല്ലുകൾ, പിന്നെ മേലത്തെ നിരയിലെ പുറകിലത്തെ പല്ലുകൾ, പിന്നെ താഴത്തെ നിരയിലെ പുറകിലത്തെ പല്ലുകൾ, ഈ പല്ലുകളൊക്കെ കേട് വന്ന് അതിലേക്കൊക്കെ ഇൻഫെക്ഷൻ ആവും. പല്ലിന്റെ ഉള്ളില് ഞരമ്പുള്ള ഭാഗം ഉണ്ട്, അതിനെ നമ്മൾ പൾപ്പ് എന്ന് പറയുന്നു. ഈ കേട് പൾപ്പിൽ എത്തിക്കഴിഞ്ഞാൽ വേദനയും നീരും വരും. വേദനയും നീരും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളിൽ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. കുട്ടികളിലെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫില്ലിംഗ് മെറ്റീരിയൽ പുതിയ പല്ല് വരുമ്പോൾ വീണു പോകുന്ന പോലെയുള്ള അല്ലെങ്കിൽ ദ്രവിച്ചു പോകുന്ന പോലെയുള്ള ഫില്ലിംഗ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ആക്ച്വലി കുഞ്ഞുങ്ങളിൽ ചെയ്യാനായിട്ട്. കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യകത മനസ്സിലാവില്ല, അവർ കരയും, പലപ്പോഴും അവരെ കൺവിൻസ് ചെയ്തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ സ്റ്റേജിലേക്കൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല്ലിന് കേടുവരാതെ നോക്കാനും ഫുഡ് പല്ലിൽ പറ്റിയിരിക്കാതിരിക്കാനായിട്ട് ഫിഷ സീലൻസ് അല്ലെങ്കിൽ പല്ലിന്റെ ഘടന കുറച്ചും കൂടെ ബലവത്താക്കുന്നതിന് ഫ്ലൂറൈഡ്സ്, ഇങ്ങനത്തെ പല പല പ്രിവെന്റീവ് മെക്കാനിസംസും നമുക്കുണ്ട്. ഈ കുഞ്ഞിന്റെ ആരോഗ്യനില വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിന്റെ ഓറൽ ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല കുഞ്ഞുങ്ങൾക്കും പല്ലിന് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പല ഭക്ഷണങ്ങളും കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അവരുടെ ജനറൽ ഹെൽത്ത് എഫക്റ്റഡ് ആവും. മാത്രമല്ല പല്ലുകൾ നേരത്തെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാലക്ലൂഷനുള്ള സാധ്യത അല്ലെങ്കിൽ നിരതെറ്റി പല്ല് വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ കുഞ്ഞുങ്ങൾക്ക് ഹാബിറ്റ്സ്, പലതരം ഹാബിറ്റ്സ്, ഡെട്രിമെന്റൽ ഓറൽ ഹാബിറ്റ്സ് എന്നാണ് നമ്മൾ പറയുക. വിരല് കുടിക്കുക, വാതുറന്നുറങ്ങുക, നാക്ക് പുറത്തേക്ക് തള്ളി വായടയ്ക്കുക, ടങ് ത്രസ്റ്റിംഗ് എന്ന് പറയും നമ്മളതിന്. ഇതൊക്കെ കൊണ്ടും പല്ലുകൾക്ക് പ്രശ്നം ഉണ്ടാവാം. ഇതൊക്കെ വളരെ നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ കമ്പിയിട്ട് ചികിത്സിക്കേണ്ട ആവശ്യകത കുറയ്ക്കാനോ അല്ലെങ്കിൽ വരുന്ന മാലക്ലൂഷന്റെ സിവിയറിറ്റി അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ലഘൂകരിക്കാനോ ട്രീറ്റ്മെന്റ് ലഘൂകരിക്കാനോ നമുക്ക് സാധിക്കും. പലപ്പോഴും ഡെന്റിസ്റ്റിന്റെ അടുത്ത് കുട്ടികളെ കൊണ്ടുവരുന്നത് വേദനയും നീരും വന്ന ശേഷമാണ്. അപ്പോൾ പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇല്ലാതെയാവും. ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനും ബിയോണ്ടായി പോയിട്ടുണ്ടാവും പല്ലിന്റെ അവസ്ഥ. അപ്പോൾ പല്ല് എടുക്കുക തന്നെ വേണ്ടി വരും. അപ്പോൾ പലപ്പോഴും ഗ്യാപ്പ് ഇടയാതിരിക്കാൻ സ്പേസ് മെയിൻ്റെനൻസ് പോലത്തെ ചികിത്സാ രീതികൾ ചെയ്യേണ്ടി വരും. ദന്തപരിചരണത്തിൽ കാണിക്കുന്ന അലംഭാവത്തിന് പിന്നീട് വലിയ വില നൽകേണ്ടി വരുന്നു എന്നത് സങ്കടകരമായ വസ്തുതയാണ്. പലരുടെയും പല്ലുകളിൽ ചെറിയ ചെറിയ കേടുകൾ ഉണ്ടായേക്കാം. എന്നാൽ ഇത് കൂടുതൽ പേരും ശ്രദ്ധിക്കാതെ പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കേട് പല്ലിലെ എനാമൽ കഴിഞ്ഞ് ഡെന്റിൻ എന്ന ലെയറിലേക്ക് ബാധിച്ച് അത് പൾപ്പ് എന്ന ടിഷ്യൂവിലേക്ക് എത്താം. അപ്പോഴാണ് റൂട്ട് കനാൽ പോലെ ഉള്ള ചികിത്സകൾ ആവശ്യമായി വരുന്നത്. എന്നാൽ ഇത് സമയത്തിന് ശ്രദ്ധിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഫില്ലിങ്ങിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കേടു വരാതെ തന്നെയും നമുക്ക് ആ പല്ലിനെ രക്ഷിക്കാൻ പറ്റും. ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർ റിയ മേരി ഡേവിഡ്സൺ. ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് മോണരോഗം. വായ വൃത്തിയായി സൂക്ഷിക്കാതെ ഇരിക്കുമ്പോൾ മോണരോഗത്തിന്റെ ആരംഭം ആയ ജിഞ്ചവൈറ്റിസ് എന്ന രോഗം തുടങ്ങും. ഇത് ശ്രദ്ധിക്കാതെ പോയാൽ മോണരോഗത്തിന്റെ അടുത്ത ഘട്ടമായ പെരിയോഡോണ്ടൈറ്റിസിലേക്ക് മാറുന്നു. ഇതുവഴി എല്ലിന് ബലം കുറയാം, പല്ലുകൾ നഷ്ടപ്പെടാം. ഇതല്ലാതെ പല്ലുകളിൽ കടിക്കുന്ന സർഫസിൽ തേന്മാനം ഒരുപാട് കാണാറുണ്ട്. ഇതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, ഒരു വ്യക്തി അയാൾക്ക് സ്ട്രെസ് വരുന്ന സമയത്തിൽ കടിക്കുന്നതാകാം, അല്ലെങ്കിൽ അയാളുടെ ഒരു ശീലത്തിന്റെ ഭാഗം ആയി കടിക്കുന്നതാകാം. ഉറക്കത്തിൽ പല്ല് കടിക്കുന്ന ആളുകളുണ്ട്. ഈ തേന്മാനം സംഭവിച്ച പല്ലുകൾ മറ്റൊരു വലിയ രോഗത്തിന്റെയും ലക്ഷണമായി കാണിക്കാറുണ്ട്. അതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. പിന്നെ മറ്റൊന്ന് TMD അഥവാ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ഡിസോർഡർ. അതായത് നമ്മുടെ ചെവിയുടെ തൊട്ട് മുൻപിൽ വായ തുറക്കുമ്പോൾ അനങ്ങുന്ന ഒരു ജോയിന്റ്. മറ്റൊരു കാര്യം ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഷാർപ്പായിട്ടുള്ള ഒരു പല്ല് നിൽക്കുന്നത്, അതല്ലെങ്കിൽ ഇളകുന്ന പല്ല് സെറ്റ്, അതും അല്ലെങ്കിൽ മൂർച്ചയുള്ള കൂർത്ത പല്ല് സെറ്റ്. ഇതെല്ലാം വായുടെ ഉള്ളില് അൾസർ അഥവാ വ്രണം ഉണ്ടാക്കാം. ഈ വരുന്ന അൾസേഴ്സ് ആരും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല, ചികിത്സ നേടാറുമില്ല. അങ്ങനെ വരുമ്പോൾ ഇത് പിന്നീട് ഓറൽ ക്യാൻസർ അഥവാ വായിലെ അർബുദമായിട്ട് മാറാറുണ്ട്. മറ്റൊരു കാര്യം ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നത് പല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് മറ്റൊരു പല്ല് സെറ്റ് വെക്കാറില്ല. പല്ലുകളില്ലാതെ ഈ ഭാഗത്തേക്ക് അടുത്തുള്ള പല്ലുകളും എതിർവശത്തുള്ള പല്ലുകളും ഇറങ്ങി വരാനും അതുവഴി ഈ അടുത്തുള്ള പല്ലുകളും എതിർവശത്തുള്ള പല്ലുകളും ആവശ്യത്തിനുള്ള ബലം ഇല്ലാതെ ഇളകി വരാനും അതുവഴി ആ പല്ല് നഷ്ടം ആകാനും സാധ്യതയുണ്ട്. ഇത് കൂടാതെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന് ഉള്ള പ്രശ്നം
പ്രശ്നങ്ങൾ സംഭവിക്കാം. അത് ഭാവിയിലേക്ക് വലിയ വേദനകളും പ്രയാസങ്ങളും, മേൽത്താടിയും കീഴ്ത്താടിയും ഇരിക്കുന്ന അവസ്ഥ, മുഖഭംഗി കുറയ്ക്കുന്നതാണെങ്കിൽ ഇതിന്റെ ചികിത്സ